ശകുനവും. നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? അപ്പൊ ചില മാതാപിതാക്കൾ അങ്ങനെയാ, എങ്ങനെയെങ്കിലും ഇതൊന്ന് തലേന്ന് ഒഴിവായാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും ഇതൊന്ന് വീട്ടിൽ നിന്ന് പോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന. പക്ഷേ ഈ അപ്പൻ അങ്ങനെയല്ല. ഈ അപ്പൻ അങ്ങനെയാണോ? അല്ല. ഈ അപ്പൻ മകൻ വീടിന്റെ പടിക്കെട്ട് കടന്നപ്പോ ആ സമയം മുതൽ അപ്പൻ വീടിന്റെ വാതിക്കൽ നിൽക്കുക. ഈ മകൻ ദൂരദേശത്തേക്ക് അപ്പന്റെ സ്നേഹം, അപ്പന്റെ കരുണ, അപ്പന്റെ കൃപ, അപ്പന്റെ വാത്സല്യം അതെല്ലാം എന്നേക്കുമായി നഷ്ടപ്പെടുത്തിക്കൊണ്ട് അപ്പനിൽ നിന്ന് ഏറ്റവും അകന്ന് ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത നിലവാരത്തിൽ ഏറ്റവും ദൂരത്തേക്ക് പോയി ഒരു മകനെ നമ്മളിവിടെ കാണുമ്പോൾ ഒന്ന് തിരിച്ചറിയണം. വീട് വിട്ടിറങ്ങിയ സെക്കൻഡ് മുതൽ ആ മകന്റെ മടങ്ങി വരവ് കാത്തു നിൽക്കുന്ന ഒരപ്പന്റെ ചിത്രം നമുക്ക് കാണാൻ കഴിയും. എന്താ സന്ദേശം എന്നറിയാമോ സഹോദരങ്ങളെ? നീ ദൈവത്തിൽ നിന്ന് എത്ര ദൂരത്തേക്ക് അകന്നുപോയാൽ നിന്റെ മടങ്ങി വരവ് ആഗ്രഹിക്കുന്ന, നിന്റെ മടങ്ങി വരവ് ഓർക്കുന്ന, നിന്നെ കാത്തു നിൽക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന നല്ലൊരപ്പൻ നിനക്ക് വേണ്ടിയുണ്ട്. നിന്റെ മടങ്ങി വരവിന്ന് ആ ദൈവം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയോ? തലവടിച്ച ദൈവത്തിന് നല്ലൊരു മകൻ കൊടുത്തേ. ഞാൻ എത്രത്തോളം എന്റെ ദൈവത്തെ ദുഃഖിപ്പിച്ചാൽ, ഞാൻ എത്രത്തോളം എന്റെ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയാലും അടുപ്പിച്ചു നിർത്തുമോ? എന്നെ കാത്തു നിൽക്കുന്ന, എന്നെ ചേർത്ത് നിർത്തുമോ? എന്നെ നോക്കി നിൽക്കുന്ന നല്ലൊരു ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. ആ ദൈവത്തെ ഇങ്ങനെ ആരാധിച്ചാൽ പോരാ. സർവശക്തിയെടുത്ത് കരങ്ങളെ തട്ടി അവരങ്ങളെ തുറന്ന് ആ പാറ ദൈവത്തിന് ചില മിനിറ്റുകൾ സ്തോത്രം കൊടുത്ത് അകന്നു പോയവരെ അടുപ്പിച്ചു നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വചനം പറയുന്നു. എന്താണെന്നറിയാമോ? ഞങ്ങൾ ഏതിൽ നിന്നും മടങ്ങി വരണമെന്ന് ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അകറ്റി നിർത്തിയതിൽ നിന്ന് മടങ്ങി ദൈവസഭ വരണമെന്ന്. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവ സ്നേഹത്തെയും നിങ്ങളെയും തമ്മിൽ അകറ്റി കളഞ്ഞതിനെ പിറ്റേച്ച് നിങ്ങൾ മടങ്ങി വരണമെന്ന്. അനുസരണക്കേട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മടങ്ങി വരണമെന്ന്. ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾ മടങ്ങി ദൈവവചനത്തിലേക്ക് മടങ്ങി വരണമെന്ന്. കാരണം അടിച്ചു നിർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പറയാമോ? ഈ മലാക്കി പ്രവാചകന്റെ പുസ്തകം അവസാനം എഴുതിയത് കൃത്യമായ ദൈവിക പദ്ധതിയോടുകൂടിയാണ്. നമ്മൾ വായിച്ച 3-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകം. ഭയങ്കര ചിന്ത അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നമ്മൾ 1-ാമത്തെ ഭാഗത്തേക്ക് വന്നത് മാത്രമേ ഉള്ളൂ. സമയം നമ്മുടെ മുൻപിലുണ്ട്, നിരവധി സമയമുണ്ട്. എനിക്കറിയാം ഏകദേശം 4 മണി വരെ സമയമുള്ളത് കൊണ്ട് കർത്താവിന് സ്തോത്രം. അതിൻ്റെ മുമ്പിലുള്ള 1-2 മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും 4 മണി എന്ന് പറഞ്ഞ സമയത്ത് നിർത്തും എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു വിഷമമുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞങ്ങൾ വിചാരിച്ച ബസ് 4-5 മണി വരെ എന്ത് ചെയ്യും പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങ് പോകാം. കാര്യം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പോൾ ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയത് ഏദൻ തോട്ടം മുതലേ മനുഷ്യൻ എന്ത് ചെയ്തു? അകന്നു തുടങ്ങുകയാണ്. അവിടെ തുടങ്ങി മനുഷ്യൻ അകന്നു തുടങ്ങിയപ്പോഴും മടങ്ങി വരേണ്ടതിന് ദൈവം നിരവധി ആഹ്വാനങ്ങൾ മനുഷ്യനിലേക്ക് കൈമാറിയിട്ടുണ്ട്. അവിടെ നിന്ന് അകന്നുപോയ ദൈവജനം വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ച് കാലങ്ങൾ കടന്നു വന്നപ്പോൾ 10-ാം തലമുറയിലേക്ക് എത്തിയപ്പോൾ നോഹയുടെ കാലഘട്ടം വന്നു. നോഹയുടെ കാലഘട്ടം വന്നപ്പോൾ സംഭവിച്ച കാര്യം എന്താ? മനുഷ്യൻ പരിപൂർണമായി ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തു? അകന്നുപോയി. എന്നിട്ടും ദൈവത്തിന് മനുഷ്യനോട് കരുണയുള്ളത് കൊണ്ട് ദൈവം നോഹ മുഖേന പ്രവചിച്ചു, ദേശത്ത് പ്രസംഗിച്ചു, മനുഷ്യൻ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരണം.
ഓരോ കാലഘട്ടത്തിലും ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുത്തു. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകും തോറും ദൈവം അവനെ അടുപ്പിച്ചു നിർത്തുവാൻ ഓരോ കാലഘട്ടത്തിലും ദൈവം അവൻ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ആളുകളെ ദൈവം നിർത്തിക്കൊണ്ടിരുന്നു. ഒന്നാം തലമുറകളിൽ നിന്ന് 10ാം തലമുറകളിലേക്ക് വന്നപ്പോൾ എന്നേക്കുമായി ദൈവത്തിന്റെ അരികിൽ നിന്ന് അവൻ അകന്നുപോയ മനുഷ്യൻ മടങ്ങി വരേണ്ടതിന് ദൈവം അവൻ 10ാം തലമുറക്കാരനായ നോഹയോട് പറഞ്ഞു, നീ ഒരു പെട്ടകമുണ്ടാക്ക്. നീ ഒരു പെട്ടകം ഉണ്ടാക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ എബ്രായ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അവർ ജീവരക്ഷ പ്രാപിക്കേണ്ടത് ആകെ 8 പേര് പെട്ടകത്തിന്റെ അകത്ത് കയറിയത്. അങ്ങനെയാണ് ദൈവത്തിന് ഒരു ചെറിയ പെട്ടകം ഉണ്ടാക്കിയാൽ പോരായിരുന്നു. നിങ്ങളത് കൂടെ ഇല്ല. ദൈവത്തിന് ഒരു ചെറിയ പെട്ടകം 8 പേർക്ക് ആവശ്യമുള്ളതും അത്യാവശ്യം കോഴിക്കും കാക്കിക്കും പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ കയറാനുള്ളത് പെട്ടകം മാത്രം എന്ത് ചെയ്താൽ മതിയായിരുന്നു, ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അല്ലേ? ദൈവം സകല മനുഷ്യർക്കും കയറാനുള്ള ഒരു പെട്ടകം ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവത്തിന് ഒരു ചെറിയ പെട്ടകം, തൽക്കാലം കുറച്ച് ആളുകളെ മാത്രം 8 പേരെ കയറത്തുള്ളൂ. എനിക്ക് നല്ലോണം അറിയാം 8 പേര് എന്ത് ചെയ്യത്തുള്ളൂ, കയറത്തുള്ളൂ. അന്ന് 8 പേർക്കുള്ള ഒരു പെട്ടകം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാമെന്നല്ല ദൈവം വിചാരിച്ചത്. മാനവകുലത്തിൽപ്പെട്ട സകല മനുഷ്യനും ജീവരക്ഷ പ്രാപിക്കേണ്ടതിന് ഒരു പെട്ടകം ഉണ്ടാക്കണം. അടുത്ത ചില നാളുകൾ കാലാവസ്ഥയ്ക്ക് വ്യത്യാസം വരും. ആകാശമണ്ഡലങ്ങളിൽ നിന്ന് തൊഴിലുപോരാതെ പേമാരികൾ പെയ്തിറങ്ങും. ഭൂമിക്കടിയിൽ നിന്ന് വെള്ളത്തിന്റെ ഉറവ കടന്ന് പുറത്തേക്ക് വഹിക്കും. ഇന്ന് വരെ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത ഭൂമിയെ മുഴുവൻ വിഴുങ്ങേണ്ടുന്ന ഒരു ജലപ്രളയം വരും. അതുകൊണ്ട് സകല മനുഷ്യരും പാപത്തെ വിട്ടൊഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് ഈ പെട്ടകത്തിന്റെ അകത്ത് കയറണമെന്ന് ദൈവം മുന്നമേ പ്രവാചകന്മാർ മുഖേന ദേശത്തിൽ പ്രവചിക്കാൻ തുടങ്ങി. അവൻ മനുഷ്യൻ മടങ്ങി വരണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹം. എന്താ സംഭവിച്ചേ? പെട്ടകം ഉണ്ടാക്കാൻ കൂടിയവൻ പോലും അതിനകത്ത് എന്ത് ചെയ്തിട്ടില്ല, പള്ളിക്ക് തറക്കല്ലിട്ടവര് പോലും ഇന്ന് പള്ളി കാണുക. പിന്നെ പള്ളി വരും, ഞങ്ങള് പള്ളിക്ക് തറക്കല്ലിട്ടെന്ന് പറയും. ഞങ്ങള് പണിത പള്ളിയായതുകൊണ്ട് ഞങ്ങള് പള്ളി വരും. നിങ്ങൾ തോത്രം പറഞ്ഞില്ല. ഞാൻ കുറച്ചു നാൾ മുമ്പ് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പം അവിടെ ഒരു സംഭവം ഉണ്ടായി. ഭയങ്കര ഒരു വിഷയം. ആ അച്ചായി പള്ളിയിൽ നിന്ന് ഇറങ്ങി നോക്കി. പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ആകെ ഇങ്ങനെ വിഷമിച്ചു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അറയും മുറിക്കുകയും കീറുകയും വരയും ഒക്കെ ചെയ്ത് മുളക് പൊടിയും കൂടി തേച്ചിട്ടാണ് വിടുന്നത്. അങ്ങനെ ഞാൻ ഓർത്ത് ദൈവമേ ഇനി അങ്ങനെ എങ്ങാനും പുള്ളിക്ക് വല്ലോ പ്രയാസം തോന്നിയിട്ട് പോയതാണെന്ന് ചോദിച്ചപ്പോൾ പ്രസംഗം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അല്ലച്ചാ അത് അതുകൊണ്ട് പോയതല്ല, ആ പുള്ളിക്കാരൻ മേടിച്ചു കൊടുത്ത കസേരക്കകത്ത് വേറെ ആരോ വന്നിരുന്നത് കൊണ്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായി പോയത്. നിങ്ങളുടെ മുഖമെല്ലാം കൂടി അങ്ങ് കടന്നൽ കുട്ടി വരെ നിങ്ങൾ ഇനി അങ്ങനെ കസേര മേടിച്ചു കൊടുത്തിട്ടാണോ വന്നേ? പറയും. നമ്മുടെ ഇടയിലുള്ള പല ആളുകളും വരുന്നത് പള്ളിയിൽ കസേര മേടിച്ചു കൊടുത്തുകൊണ്ടാണ്. ഞാൻ മേടിച്ചു കൊടുത്ത കസേര, അതുകൊണ്ട് അതിനകത്ത് വേറെ ആരും ചെയ്യരുത്. ചില ആളുകൾ വരുന്നത് എന്തിനാണെന്നറിയാമോ? ഞങ്ങൾ മേടിച്ചു കൊടുത്ത പായ ഈ ജാഗ്രതയുമായിട്ട് പോകണം. ജാഗ്രതയുമായിട്ട് പോകണം. ഇതിവിടെ കണ്ടേക്കല്ലേ എന്റെ പൊന്നു സഹോദരങ്ങൾ, നമ്മൾ മേടിച്ചു കൊടുത്ത കസേരയുടെ കണക്കുമായിട്ടല്ല പള്ളി വരുന്നത്. രാമൻ പറഞ്ഞു സ്വപ്നം. മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നോഹ അടുത്ത കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ അബ്രഹാം വീണ്ടും കടന്നു വന്നപ്പോൾ അവൻ നിരവധി അബ്രഹാമിന്റെ സന്തതികൾ വന്നു. തിരിച്ചു വീണ്ടും വന്നപ്പോൾ മോശയുടെ കാലയളവിലേക്ക് വരുമ്പോൾ ഒരു ചിന്തയും കൂടി പറയാം കേട്ടോ. അവിടുന്ന് ഈ ചരിത്രം ശരിക്കും തുടങ്ങുന്നത് ഈ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലെ ചരിത്രം ആ വിഷയത്തെ ആസ്പദീകരിച്ച് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. എന്താണെന്ന് അറിയാമോ? അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വേദഭാഗത്തേക്ക് ഓടി വരാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, മനുഷ്യൻ എല്ലാ കാലവും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്നും മനുഷ്യൻ എല്ലാ കാലവും അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതും ദൈവത്തിന്റെ ആഗ്രഹം. നമ്മളെല്ലാവരും
ഒന്നുമില്ലാത്തവരായി ചുക്കനും ചുണ്ണാമ്പിനും കൊള്ളാണ്ട് ജീവിക്കണമെന്നൊന്നും ദൈവം ആഗ്രഹിക്കുക. ആഗ്രഹിക്കുമോ? അങ്ങനെയായിരുന്നെങ്കിൽ മരുഭൂമി കൂടി 6 മരുഭൂമിയിൽ കടന്നാണ് അവർ കനാൻ ദേശത്തേക്ക് പോയത്. എത്ര മരുഭൂമിയാണ്? 6. ഓർമ്മയിലിരിക്കണം, 6 മരുഭൂമികൾ കടന്നാണ് അവര് കനാൻ ദേശത്തേക്ക് പോയത്. 6 മരുഭൂമി ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച്, 6 മരുഭൂമിയിലും 6 തരത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. സ്വത്രം. ഒരു മരുഭൂമിക്കകത്ത് പാറയെ പിളർന്ന് വെള്ളം എന്ത് ചെയ്തു? അടുത്ത മരുഭൂമിക്കകത്ത് വെള്ളം കൊടുത്തു. വീണ്ടും അടുത്ത മരുഭൂമിക്കകത്ത് മഞ്ഞയും കാടപ്പക്ഷിയും കൊടുത്തു. അടുത്ത മരുഭൂമിക്കകത്ത് ആമേൻ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായവരെ നടത്തി. കരമുയർത്തി സ്വത്രം പറയുന്ന എനിക്ക് കാവലിട്ടും വീടിട്ടു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സ്വത്രം പറയുന്നത് എനിക്കറിയാം. തൽക്കാലം എനിക്കത് പറയാൻ സൗകര്യമില്ല. ഇന്ന് പകലിൽ ഒന്ന് ഞാൻ പറയാം, ദൈവസന്നിധിയിൽ മടങ്ങി വരട്ടെ. ദൈവജനം ദൈവസന്നിധിയിൽ മടങ്ങി വരട്ടെ. ദൈവത്തിൽ നിന്നകന്നുപോയ മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോയ മനുഷ്യൻ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന്, ദൈവകൃപയുടെ അകത്തു നിന്ന്, ദൈവം ആഗ്രഹിക്കുന്ന നന്മകളിൽ നിന്ന് ഈ എന്നേക്കുമായി അകന്ന് ദൈവവുമായി അടുക്കുവാൻ കഴിയാതെ ദൂരദേശത്തേക്ക് പോയ മനുഷ്യ, നിന്റെ ഇന്ന് പകലിൽ പറയുന്നു, ദൈവം നിന്റെ മടങ്ങി വരവ് ആഗ്രഹിക്കുന്നുണ്ട്. ആ മടങ്ങി വരവ് ദൈവം ആഗ്രഹിക്കുന്നു. ആ മടങ്ങി വരവിന് വേണ്ടി നീ ഒരുങ്ങിക്കൊള്ളുക. സകല പാപത്തെയും വിട്ട്, സകലതിനെയും വിട്ടതിന് എന്നേക്കുമായി മറക്കേണ്ടുന്നതിനെയും എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ദൈവജനം മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടണമെന്ന്. ആണോ? ഉണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടോ ദൈവത്തിന്? ഉണ്ട്. നിങ്ങൾ വായിച്ച ആവർത്തന പുസ്തകം 28-ാം അധ്യായം എന്ന് എഴുതി. ആവർത്തന പുസ്തകം 28-ാം അധ്യായം. വേഗത്തെ ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നമ്മളെ ബൈബിള് കയ്യിലെടുത്ത് വെച്ച് വായിച്ചേ. അപ്പൊ ഒരു സംശയമില്ല. അടുത്തെന്താ എഴുതിയിരിക്കുന്നത്? നീ അപ്പൊ മനുഷ്യനോട് ദൈവം പറഞ്ഞിരിക്കുന്നത് നിന്നെ വാലല്ല തല. ഇത് ദേവദാസനെ ഒരു മനുഷ്യൻ പറഞ്ഞതല്ല, ഇത് മനുഷ്യനെ കുറിച്ച് ദൈവം പറഞ്ഞതാ. ചില ആളുകൾ നമ്മളത് പ്രസംഗിക്കുമ്പോഴത്തേന് പറയും, അയ്യോ ഈ കുപ്പന്മാർക്ക് വേറെ ഒന്നുമില്ലേ പറയാൻ, അയ്യോ നിങ്ങളുടെ വാലല്ല തലയാക്കും, നിങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ. എന്റെ പൊന്ന സഹോദരങ്ങളെ, ഇത് ഞാൻ പറഞ്ഞതല്ല. ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. നിങ്ങളെ വാലല്ല തലയാക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉയർച്ച പ്രാപിക്കും, നിങ്ങൾ താഴ്ച അനുഭവിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത് ആര് പറഞ്ഞതാ? ദൈവം പറഞ്ഞതാ. ആരോട് പറഞ്ഞതാ? മനുഷ്യനോട് പറഞ്ഞതാ. തന്റെ ജനത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യമാ, നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാ. പക്ഷേ അത് അനുഭവിക്കണമെങ്കിൽ 13-ാമത്തെ വാക്യത്തിന്റെ തുടക്കം വായിക്കണം. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന എന്താ പറഞ്ഞത്? കൽപ്പനകൾ കേട്ട് എന്താ പറഞ്ഞേ? അപ്പം ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകളും ദൈവിക വചനങ്ങളും അനുസരിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അല്ലാതെ ഇനി എന്നാ തലയും കുത്തിക്കിടന്നിട്ട് എന്നാ ഉപവാസ പ്രാർത്ഥന എടുത്താലും, എന്ത് സുവിശേഷ യോഗം നമ്മൾ നടത്തിയാലും, എന്ത് പാട്ട് പാടിയാലും, എന്ത് അവൻ പ്രാർത്ഥനകൾ നടത്തിയാലും, ഒരു കാര്യം ഞാൻ പറയാം, വചനം അനുസരിക്കാതെ മുൻപോട്ട് പോയാൽ അവൻ ഉയർച്ചയല്ല താഴ്ച ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ വചനത്തെ അനുസരിച്ച് മുൻപോട്ട് സഞ്ചരിക്കേ, നീ താഴ്ചയല്ല, ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. അപ്പോൾ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അനുസരണം. അല്ലെ രാമൻ പറഞ്ഞ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു പാട്ടല്ല. നമ്മൾ കേട്ടില്ല, ഓ ദേശത്തിൽ ഞാൻ
അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിലാകാരം കുറയുകില്ല. ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആകാരം കുറയുകില്ല. ആവശ്യങ്ങൾ പാടാൻ നമുക്ക് ഭയങ്കര വേണ്ടിക്ക. നമ്മുടെ താളത്തിന് വീണത്തിനും ഒക്കെ നമ്മൾ പാടും. നമ്മുടെ വിചാരം എന്താണെന്നറിയാമോ? ഈ പാട്ടിന്റെ അകത്താ സകലതും ഇരിക്കുന്നതെന്ന്. ഒരാമയും പറഞ്ഞില്ല. അനുഗ്രഹത്തിൻ അധിപതിയേ അനന്ത കൃപ പെരുന്നതിയേ. അപ്പൊ നമ്മുടെ വിചാരം എന്താണെന്നറിയാമോ? ഈ പാട്ടിന്റെ അകത്ത് സകലതും ഇരിക്കുന്നതെന്ന്. അല്ല കുഞ്ഞ്, പാട്ടിന്റെ അകത്തൊന്നും അല്ല ഇരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് എന്നോട് നിങ്ങളോട് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇത് പ്രമാണിച്ചു നടന്നാൽ. മടങ്ങി വരാം. ദൈവം ആഗ്രഹിക്കുന്നു മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. ദൈവത്താൽ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ അവൻ ലോകത്തിന്റെ ഇമ്പങ്ങളിലൂടെ നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ മനുഷ്യൻ ലോകത്തിലേക്ക് പോയാലും ലോകമോഹങ്ങളിലേക്ക് ഇറങ്ങിയാലും ആ മനുഷ്യന്റെ മടങ്ങി വരവ് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള അതമ്പതിച്ച ഒരു കാലഘട്ടം നിലവിൽ നിൽക്കുമ്പോഴാണ് മലാക്കി പ്രവാചകൻ വീണ്ടും ദൈവിക ആലോചനകളിലൂടെ ഈ പ്രവചന പുസ്തകം എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. എന്താ എഴുതാൻ കാരണം? ആ ചരിത്രത്തിലേക്ക് വന്ന് നമ്മുടെ സന്ദേശം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച്, മലാക്കി പ്രവാചകൻ വളരെ കൃത്യമായി അതിന്റെ 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവേ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരാമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു. രണ്ട് കാര്യങ്ങൾ അത് പറയാം. ഒന്ന്, എങ്ങനെയാണ് മടങ്ങി വരേണ്ടുന്നത്. രണ്ട്, ഏതിൽ നിന്നാണ് മടങ്ങി വരേണ്ടുന്നത്. ഈ രണ്ട് ചിന്ത നമുക്ക് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അധികം നീട്ടാതെ ഹ്രസ്വമായൊരു സന്ദേശം നൽകി വേഗത്തിൽ ഞാൻ അവിടെ നിന്ന് അവസാനിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. ഇസ്രായേൽ ജനത്തോട് മലാക്കി പ്രവാചകൻ ദൈവാത്മാവിൽ ശക്തിയുക്തമായി പ്രവചിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചനയാ. ദൈവിക അധരം പ്രവാചകനിലൂടെ ഏറ്റുപാടിക്കൊണ്ട് ഇസ്രായേൽ ജനത്തോട് വളരെ ശക്തമായി പ്രവചിക്കുന്നു. ഇത് പ്രവചിക്കാൻ ഒരു കാരണമുണ്ട്. മാനവരാശിയുടെ ആമേൻ തുടക്കം മുതൽ പാപത്തിന്റെ അധീനതയിലേക്ക്, പാപത്തിന്റെ അധിനിവേശത്തിലേക്ക് മനുഷ്യൻ കടന്നു കയറിയപ്പോൾ ദൈവത്തിന്റെ വ്യത്യസ്തമായ ന്യായവിധികൾ മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നു. അങ്ങനെ നിലനിൽക്കുന്ന കാലഘട്ടത്തില് ദൈവം മനുഷ്യന് നടക്കുവാൻ, ദൈവം മനുഷ്യന് ജീവിപ്പാൻ ആവശ്യമാകുന്ന ചില കൽപ്പനകളും ദൈവിക വഴികളും പ്രമാണങ്ങളും എല്ലാം മനുഷ്യരിലേക്ക് കൈമാറി. നിങ്ങൾ ശ്രദ്ധിച്ചേ, അങ്ങനെ കൈമാറാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ദൈവത്തിന് ഈ ഇസ്രായേൽ ജനത്തോട് ഒരു പ്രത്യേകത മമതയുണ്ട്. ആ മമതയ്ക്ക് രണ്ട് കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം, ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അങ്ങനെ സ്വന്തം ജനമാകാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. അബ്രഹാം പിതാവായിരിക്കുന്ന, ആമേൻ, ജാതികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ഈ ജനതയെ ദൈവം എന്നേക്കും ഓർക്കുന്നുണ്ട്, എന്നേക്കുമായി സ്നേഹിക്കുന്നുണ്ട്. കാരണം എന്താണ്? കുലംകുട്ടികളുടെ നാടായിരിക്കുന്ന ആമേൻ അബ്രഹാമിന്റെ അപ്പൻ ജീവിച്ചിരുന്നു. ആമേൻ ആ പട്ടണത്തിന്റെ അകത്തു നിന്ന് ആമേൻ അന്യ ദൈവങ്ങളെയും വിഗ്രഹാരാധനകളെയും ആരാധിച്ചു പോന്നിരുന്ന ആ കാലഘട്ടങ്ങളിലെ ബഹുദൈവ വിശ്വാസങ്ങൾക്ക് ആമേൻ അതിന്റെ തായ്വേരുകൾ അറുത്തു മുറിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവിക ആലോചന പ്രകാരം ആമേൻ
നാട് വിട്ട് വീട് വിട്ട് നാമതയിലെ കൂട്ടം വിട്ട് അവൻ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് സഞ്ചരിച്ച, ഒന്നുമില്ലായ്മയോടെ സഞ്ചരിച്ച, ഒന്നും കാണാതെ വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനെയും അവന്റെ തലമുറകളെയും പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ ദൈവത്തിന് മനസ്സുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാമേ, കൂടാരത്തിന്റെ അകത്തു നിന്ന് കൂടാരത്തിന്റെ പുറത്തിറങ്ങ്, കൂടാരത്തിന്റെ പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്ക്, അവിടെ എന്ത് കാണുന്നു എന്ന ചോദ്യത്തിന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞ മറുപടി ഇതാ, ദൈവമേ, ആകാശമണ്ഡലത്തിന്റെ അകത്തളത്ത് എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത നക്ഷത്ര സമൂഹങ്ങളെ കാണുന്നു. തമ്പുരാൻ അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാമേ, ഇതുപോലെ ഞാൻ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കും, നിന്റെ സന്താനങ്ങളെ ഞാൻ ഇതുപോലെ അനുഗ്രഹിക്കും. പെറ്റുപെരുക സന്താനപുഷ്ടിയുള്ളവരായി ആകാശത്തിലെ നക്ഷത്രമണ്ഡലങ്ങളെ പോലെ അവർ പെരുകുമെന്ന് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ ഒന്ന് തിരിച്ചറിഞ്ഞ്, മറ്റൊന്നും കാണാതെ, മുന്നിലുള്ളത് നോക്കാതെ, ദൈവിക വചനത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ദൈവിക ആലോചനയ്ക്കനുസരിച്ച് ഇന്ന് പകലിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന വേശ്യവേ, എന്റെ ദൈവം നിന്നെ കൈവിടക്കില്ല. ഏത് കഷ്ടതയുടെ നടുവിൽ നിന്നെ പരിപാലിക്കുന്ന, നിന്നെ ചേർത്ത് നിർത്തുന്ന നല്ലൊരു ദൈവം നിന്നോട് കൂടെ ഉണ്ട്. നല്ലൊരു അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു, ആ ഇസ്രായേലിനെ പല മേഖലകളിൽ വഴിതെറ്റിപ്പോയി. ഈജിപ്ത്യൻ പ്രവാസത്തിലേക്ക് കടന്നുപോയി, മിസ്രൈമിന്റെ ആധിപത്യത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അവിടെ ചെന്നിട്ടും അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയ ടീമുകൾ. പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കാൻ പറ്റാത്തതും വഴക്കുണ്ടാക്കി തീർന്നിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പുറത്തിറങ്ങിയപ്പോൾ അവിടെയും വഴക്ക്. നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. പള്ളിക്കകത്തും വഴക്ക്, പുറത്തും എന്താണ് വഴക്ക്. ഈ യോനയുടെ കൂട്ടം ഈ ചിലത് എവിടെ കയറിയാലും പ്രശ്നമാണ്. പള്ളിക്കകത്ത് കയറിയാലും പ്രശ്നമാണ്, പള്ളിക്ക് പുറത്തിറങ്ങിയാലും പ്രശ്നമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒന്നും ചെയ്യരുത്, ഇനി കുറച്ചും കൂടി സമയമുള്ളൂ. അതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ പിണങ്ങാണ്ട് വേണം നമുക്ക് ആശീർവാദം പറയാൻ. നിങ്ങളുടെ മുഖമൊക്കെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി തോന്നി. അത്രയും പറയില്ലായിരുന്നു, കുറച്ചും കൂടി നല്ലവണ്ണം ഒന്ന് പറയാമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച്, അപ്പം ഈ യോനയുടെ കൂട്ട എന്താ, അവിടെ ചെന്ന കടലിൽ ചെന്നാലും പ്രശ്നം, കപ്പലിൽ ചെന്നാലും ആ പ്രശ്നം. അതാണ് ഈ കൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം. അതാണ് അനുസരണക്കേടിന്റെ അനുഭവം ജീവിതത്തിൽ വന്നാൽ ദൈവിക പ്രമാണത്തിന് തെറ്റിയാലുള്ള പ്രശ്നം എന്നറിയാമോ? എവിടെ ചെന്നാലും പ്രശ്നമാണ്. സ്വത്രം പള്ളിക്കകത്ത് പ്രശ്നം ഉണ്ടാക്കി, പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കടലിലോട്ട് ആയപ്പോൾ അവിടെയും പ്രശ്നം. പള്ളിക്കകത്ത് മാസ്റ്റർക്കേ സൗകര്യം കൊടുക്കുകയില്ല, അടുത്തിരിക്കുന്ന അമ്മാമ്മയ്ക്കും വിശ്വാസികൾക്കും സൗകര്യം കൊടുക്കുകയില്ല. അത് തീരാത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അയൽവക്കക്കാർക്ക് സൗകര്യം കൊടുക്കുകയില്ല. നിങ്ങൾ എന്നെ കൂടെ പറഞ്ഞേ, സഹായിക്കട്ടെ. അപ്പം നിങ്ങൾ നോക്കിയേ, ഈ ഇസ്രായേൽ ജനം അവൻ ചെന്നോടത്തെല്ലാം പ്രശ്നങ്ങളാണ്. എന്താ പ്രശ്നങ്ങളെന്ന് അറിയാമോ? അവൻ പിറുപിറുപ്പും മത്സര ബുദ്ധികളും അവൻ ദൈവത്തോടുള്ള മറുതലിപ്പും എല്ലാം അവരുടെ ജീവിതത്തിൽ വന്നിട്ടും എൻ്റെ സഹോദരങ്ങളെ, ദൈവം അവരെ മറന്നില്ല എന്നുള്ളതാണ്. അവർ മരുഭൂമി കൂടെ നടക്കുമ്പോഴും അവൻ മോശയോട് ചോദിച്ചു, ഇറച്ചിക്കറി ഞങ്ങളുടെ തലച്ചോട്ടില്ല മിസ്രൈമിന്റെ അകത്തുണ്ടായിരുന്നു, ഞങ്ങളെ ഈ മരുഭൂമി കൊണ്ടുവന്ന് പട്ടിണിക്കിടാൻ വേണ്ടിയിട്ടാണെന്ന്. ഇതുപോലെ തീറ്റപ്രാന്തന്മാര് അയ്യോ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയൊക്കെ ഒരു പാത്രമായിട്ടൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാലുണ്ടല്ലോ, 1.5 ഇടങ്ങളിലെ അരിയുടെ ചോറ് കഴിച്ചാൽ എന്നാ കഴിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കും, അതുമില്ല. ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായെന്നാണ് ഞാൻ അറിഞ്ഞത്. പാസ്റ്റർക്ക് കൊടുത്ത ചിക്കന്റെ അളവ് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയത്. പൊന്നെ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നിങ്ങൾ അറിയാതിരിക്കുന്ന നല്ലത്. ലൈവാണോ? ആണെങ്കിൽ അതുകൂടെ പറയാൻ വേണ്ടിയാ. ഒരു കുഴപ്പമില്ല, എന്റെ പൊന്നമ്മാമ ലൈവ് ഇട്ടത് നന്നായി. കേക്കട്ടെ 4 പേര്. ചിക്കന്റെ പീസ് കൊടുത്തത് പാസ്റ്റർക്ക് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു ആക്രാന്തം പിടിച്ചത്. ഇവരൊക്കെ മരുഭൂമി കൂടെ നടന്ന് അന്ന് മിസ്രൈം ജനത്തിന്റെ കൂടെ നടന്ന് കാടപ്പക്ഷിയും മന്നയൊന്നും അന്ന് കഴിക്കാതിരുന്നത്. അന്ന് മോശമായിട്ട് അടിച്ചാൽ ഇവര് മന്ന ഞങ്ങൾ കുറച്ചും കൂടി പറക്കി വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, അത് ക്രമിച്ചു പോയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ക്രമിച്ചു പോയെന്നാ പറഞ്ഞത്. നിങ്ങൾ നോക്കും, അന്നുകൊണ്ട് ഇതുപോലെ തീറ്റപ്രാന്തന്മാര് അവര് പറക്കിയത്, അവരോട് പറഞ്ഞതല്ല അവര് പറക്കിയത്, അതിനേക്കാളും കൂടുതൽ പറക്കിയവരുടെ വീട്ടിന്റെ അകത്തെല്ലാം കൂടി എന്ത് ചെയ്ത് ദൈവാസനെ ക്രമിച്ചു പോയി.
ഒരാമയും പറഞ്ഞു. എന്തോ ബഹളം ഉണ്ടാക്കിയെന്നറിയാവോ? ഇറച്ചിക്കും ഭക്ഷണത്തിനും ഒക്കെ വേണ്ടിയിട്ട് ദൈവം അവർക്ക് നല്ല സ്വർഗീയ ഭോജനം അവർക്ക് എന്ത് ചെയ്തു? ആദ്യം തിന്നിട്ട് ആദ്യത്തെ അകത്തും വഴക്കുണ്ടാക്കി. കർത്തൃമേശയ്ക്ക് കൊടുത്ത അപ്പത്തിന്റെ വലിപ്പം കുറഞ്ഞെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയവരെ എനിക്കറിയാം. ആ ശവർക്ക് മാത്രം വലിയ അപ്പം കൊടുത്തു, ഞങ്ങൾക്ക് അപ്പം തന്നത് ചെറുതായി പോയി. അവരോട് എന്തോ ഒരു സ്നേഹം ഭാഷക്കൊണ്ട് ഒരു 10-50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും വലിപ്പമായിരുന്നു അപ്പം കിട്ടിയല്ല, പോയി മേടിച്ച് കഴിച്ചാൽ മതി. പണ്ടൊരു അപ്പച്ച പറഞ്ഞു, യേശുവിന്റെ ശരീരത്തിനോട് ഇത്രയും ആക്രാന്തം വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. മനസ്സിലായോ? അപ്പത്തിന്റെ വലിപ്പം കുറഞ്ഞെന്ന് പറഞ്ഞ സമയം കിടന്നു തരാം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നമ്മളിത് പറഞ്ഞിട്ട് ആര് പറയും? ആനന്ദപ്പെടണ്ടേ? ഇതെങ്കിലും കേട്ടിട്ട് ഗുണപ്പെടട്ടെ. നല്ല ഇതെങ്കിലും കേട്ടിട്ട് ആ മനസ്സപ്പെടട്ടെ. സ്വതന്ത്രം. അപ്പം അപ്പവും ഇറച്ചി അത് കഴിച്ചിട്ട് മോശയോട് വെറുതെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ചെങ്കടലിന്റെ തീരത്ത് വന്നിട്ട് എന്തുവായിരുന്നു? മോശനെ തല്ലിയില്ലെന്നേ ഉള്ളൂ. നമ്മുടെയൊക്കെ നാട്ടിൽ പിന്നെ കസേര എടുത്ത് അടിക്കുന്നു. കസേര എടുത്തോണ്ട് അടിയായിരിക്കും. അതുകൊണ്ട് പ്രസംഗിക്കാൻ തന്നെ പേടിയാണ്. അത് എനിക്ക് തോന്നുന്നു ഇനിയിപ്പം കുഞ്ഞോമ്പാസ് ഇതൊക്കെ ഇവിടെ വെച്ചേക്കുന്ന ഒരേ അടി ഇത് താങ്ങിക്കൊള്ളൂ എന്ന് വിചാരിച്ചിട്ട് എന്റെ പുറകിൽ നിന്നാ മതി. നിങ്ങളെന്റെ കൂടെ ഉണ്ടല്ലോ. ആർക്ക് വേണ്ടിയാ? സ്വന്തം സഹോദരന് വേണ്ടിയോ? ഒരപ്പത്തിന്റെ അംശികൾ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെന്ന് അഭിമാനത്തോടെ പറയുന്നവരോ, യേശുവിന്റെ വരവിന്റെ പോകാൻ കാത്തിരിക്കുന്നവരോ, സ്വന്തം സഹോദരനെ നിസാര എന്ന് തള്ളിക്കൊണ്ട് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയുമ്പോൾ അവനെ തല്ലാൻ കൈയോങ്ങുന്നതോ, അവന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ട് ആത്മീകമായി അവനെ എന്നേക്കുമായി തകർത്തു കളഞ്ഞുകൊണ്ടോ? സഹോദരങ്ങളെ, ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ പറയുന്നു, മടങ്ങി വരട്ടെ. ഏതിൽ നിന്നാണ് വീണതെങ്കിൽ അതിൽ നിന്ന് മടങ്ങി വരട്ടെ. എവിടെയാണ് തെറ്റിപ്പോയതെങ്കിൽ അവിടെ നിന്ന് മടങ്ങി വരട്ടെ. കൂട്ടുകാരനോട് സ്നേഹിക്കാൻ കഴിയുന്നില്ലേ? മടങ്ങി വരട്ടെ. ജീവിതത്തിന്റെ മേഖലകളിൽ എവിടെയൊക്കെയോ താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവോത്മാവിൽ പോകുന്നു, മടങ്ങി വരട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന അതിന്റെ ഒരു ആഹ്വാനമായി മാറട്ടെ. ഈ ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുന്നു, എവിടെ നിന്ന് വീണിട്ടുണ്ടോ അവിടെ നിന്ന് മടങ്ങി വരട്ടെ. ദൈവം നിന്നെ കുറിച്ച് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയോ. അതുകൊണ്ട് സകലവും വിട്ട് അവനോട് ചേരുവോ, ദൈവത്തോട് ചേരുവോ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരട്ടെ. ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേല് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ ജനത്തെ മടക്കിക്കൊണ്ടുവരുവാൻ കാലാകാലങ്ങളായി ദൈവം പ്രവാചകന്മാരെ അയച്ചു. നിരവധി പ്രവാചകന്മാർ കടന്നു വന്നു. പ്രവാസത്തിന്റെ അനുഭവത്തിൽ ബാബിലോണിയിൽ ഇസ്രായേൽ ജനം കിടക്കുന്നത് നിരവധി പ്രവാചകന്മാരോട് ദൈവാത്മാവ് ശക്തിയുക്തമായി അരുളപ്പാട് അറിയിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തോട് മടങ്ങി വരാൻ പറഞ്ഞു. ഇസ്രായേൽ ജനത്തെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ പാപത്തിന്റെ അധിനിവേശവും പാപത്തിന്റെ അനുഭവവും വിഗ്രഹാരാധനയുടെ അനുഭവവും അസന്മാർഗിക ജീവിതവും അരാജകത്വമായ ജീവിതവുമൊക്കെ അവരുടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നപ്പോൾ എന്നേക്കുമായി അവർ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി. ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത നിലവാരത്തിൽ അവർ എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ ദൈവം പറയുന്നു, എന്റെ മക്കളെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മടങ്ങി വരവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിലൊരു കാര്യം പറയാം, പ്രവാചകന്മാരെ നിരവധി അയച്ചു ദൈവത്തിലേക്ക് മടങ്ങി വരാൻ.
ഇസ്രായേൽ ജനത്തോട് ആഹ്വാനം ചെയ്തു. പക്ഷെ മടങ്ങി വരവ് സാധ്യമല്ലാതെ വന്നപ്പോൾ വീണ്ടും പ്രവാചകന്മാരെ, അങ്ങനെ മലാക്കി പ്രവാചകനിലേക്ക് കടന്നു വന്നപ്പോൾ പല പ്രവാചകന്മാരും തോറ്റുപോയെടുത്ത് വീണ്ടും ശക്തമായി മലാക്കി പ്രവാചകനോട് പറഞ്ഞു, ദൈവത്തിങ്കിലേക്ക് മടങ്ങുക, ദൈവത്തിങ്കിലേക്ക് മടങ്ങുക. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ അവയിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ബുദ്ധി ഉപദേശിച്ചപ്പോൾ അവർ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യം, ഞങ്ങൾ ഏതിൽ നിന്ന് മടങ്ങി വരണം? ദൈവം പറഞ്ഞു, തെറ്റിപ്പോയതിൽ നിന്ന് മടങ്ങി വരണം. എന്തിനാ തെറ്റിപ്പോയത്? പ്രമാണത്തിൽ തെറ്റി. പറഞ്ഞ് അല്ലേ, അതിന്റെ 7-ാമത്തെ വാക്യത്തിന്റെ 1-ാമത്തെ ഭാഗം എന്താ പറഞ്ഞിരിക്കുന്നത്? അവയെ പിതാക്കന്മാർ വായിച്ചേ, കണ്ടോ ഏതിൽ നിന്നാ തെറ്റിയിരിക്കുന്നത്? പ്രമാണത്തിൽ നിന്ന് തെറ്റിപ്പോയി. നമ്മൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം എന്താ പറഞ്ഞത്? ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ പ്രമാണങ്ങൾ നിങ്ങൾ പ്രമാണിച്ചു നടന്നാൽ. അപ്പൊ ദൈവത്തിന്റെ വചനമനുസരിച്ച് നടക്കണം. ദൈവിക പ്രമാണങ്ങളിൽ നിന്ന് തെറ്റി നടക്കാൻ ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ദൈവിക പ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഏതൊക്കെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അത് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ റോമാലേഖനം ഒന്ന് എടുത്ത്, റോമാലേഖനം അതിന്റെ 12-ാം അധ്യായം എടുത്ത്, ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റോമാലേഖനം 12-ാം അധ്യായം എടുത്ത് 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. റോമാലേഖനം 12:2 വേഗത്തിൽ വായിച്ചേ. ഒച്ചയ്ക്ക് വായിച്ച, ശരിക്കും വായിക്കണേ, നിർത്തി വായിച്ചു. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം, ഒന്ന് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള അവ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരണമെങ്കിൽ ദൈവവുമായ ഒരു ഹൃദയബന്ധം വീണ്ടും സ്ഥാപിക്കണം. എന്താ കാരണം? മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടണം. നന്മയും പ്രസാദവും ഉള്ള ദൈവഹിതം ഇന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചൊരു വിഷയം, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. ദൈവഹിതം ഇന്നതാണെന്ന് എങ്ങനെയാ തിരിച്ചറിയുന്നത്? അവിടെ പ്രശ്നം. ദൈവത്തിന്റെ ആലോചനയിലൂടെയാണ് ദൈവഹിതം ഇന്നതാണെന്ന് തിരിച്ചറിയുന്നത്. കൂടെയുണ്ടോ? അപ്പൊ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുമുറുക്കി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഹൃദയം കൊണ്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ക്രമീകരിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാം. സ്വത്രം. പാട്ടുണ്ട്, ഏത് പാട്ടും പാടും. ഈ സാധനം കൂടി ഉണ്ടെങ്കിൽ ഏത് പാട്ടും പാടും. ഞാനും പാടും പാസ്റ്റർ, ഞാനും പാടും. കീബോർഡ് വായിച്ചു തന്നാൽ ഞാനും പാടും. മറ്റൊന്നും കേട്ടിട്ടില്ല. എന്റെ ഭാര്യ പാടിയാ കേൾക്കുന്നു. പാടരുത്, ഞാൻ എന്ത് ചെയ്ത് പാടരുത്. പുള്ളിക്കാരി ഇല്ലാത്തപ്പോൾ ഞാൻ എന്ത് ചെയ്യും? സ്വത്രം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം പാട്ടുകൊണ്ടല്ല പ്രാർത്ഥന. എത്ര നേരം പ്രാർത്ഥിക്കും? ഞാനൊരു 2 മണിക്കൂർ എന്ത് ചെയ്യും? ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് 4 മണിക്കൂർ 40 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടാനാ? വീണ് പോയതിന്റെ അകത്ത് ആദ്യം മടങ്ങി വരണം. വീണ് പോയത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നീ മടങ്ങി വരണം. എവിടെയാണ് തെറ്റിപ്പോയതെന്ന് ഓർത്തിട്ട് അവിടെ നിന്ന് മടങ്ങി വരണം. എല്ലാ മുടിയനായ പുത്രൻ, നമ്മൾ അവൻ അങ്ങനെ പേര് കൊടുത്തേക്കാം. അവൻ എന്നാ പറഞ്ഞത്? അയ്യോ, ഞാൻ എന്റെ അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഏറ്റവും അകന്നു പോയിരിക്കുകയാണ്. എന്റെ അപ്പന്റെ ഭവനത്തിൽ നിരവധി ആളുകളുണ്ട്, ദാസിദാസന്മാരുണ്ട്. അവരുടെ അരികിലേക്ക് ഞാൻ മടങ്ങി ചെല്ലും. എന്റെ അപ്പന്റെ സന്നിധിയിലേക്ക് ഞാൻ മടങ്ങി വരും. എന്നിട്ട് അപ്പനോട് ഞാൻ പറയും, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു.
അപ്പൊ ഒരു കാര്യം പറയാം, മടങ്ങി വരുന്നത് തെറ്റിപ്പോയതിൽ നിന്നായിരിക്കണം, അകന്നുപോയതിൽ നിന്ന് മടങ്ങി വരണം. പ്രമാണത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മടങ്ങി വരണം. എവിടെ ജീവിതം തെറ്റിയിട്ടുണ്ടോ അത് ക്രമീകരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഭാഗം വിട്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് മടങ്ങി വരേണ്ടത്? എങ്ങനെയാണ്? ഏതിൽ നിന്ന് മടങ്ങി വരണം? തെറ്റിപ്പോയതിൽ നിന്ന്. ഇനി എങ്ങനെയാണ് മടങ്ങി വരേണ്ടത്? വായിച്ചേ, യോവേൽ പ്രവാചകന്റെ പുസ്തകം, അതിന് തൊട്ടു മുന്നിലോട്ട് ഓടി പോയിട്ട് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾക്ക് ശബ്ദം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ മടങ്ങി വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതിൽ നിന്ന് മടങ്ങി വരാൻ എന്നുള്ള ചോദ്യം ദൈവം കൃത്യം മറുപടി കൊടുത്തു. എങ്ങനെ മടങ്ങി വരണം എന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഏതിൽ നിന്ന് മടങ്ങി വരണം? തെറ്റിപ്പോയതിൽ നിന്ന് മടങ്ങി വരണം. ജീവിതത്തിന്റെ അനുഭവത്തിൽ ഏതൊക്കെയോ മേഖലകൾ തെറ്റിപ്പോയി, പ്രമാണത്തിൽ നിന്ന് തെറ്റിപ്പോയി, അതിൽ നിന്ന് മടങ്ങി വരണം. ഇനി അടുത്തത് എങ്ങനെയാണ് മടങ്ങി വരേണ്ടത്? യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം കൃത്യമായി പറയുന്നു, നിങ്ങൾ മടങ്ങി വരേണ്ടുന്നത് പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വരണം. നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഇരിക്കുന്നത് പാതി മനസ്സോടെ ഇരിക്കുന്നത്. ദേവാസം തുടക്കത്തിൽ പറഞ്ഞ് പ്രസംഗം കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പകുതി പുറത്തായിട്ട് തീരുത് നമുക്കൊരല്ലേ പറയായിരുന്നല്ലേ. ഉച്ച കഴിഞ്ഞ് ബാങ്ക് തുറക്കുമോ 3 മണിയാകുമ്പോൾ അടയ്ക്കും. എന്നിട്ട് കുടുംബശ്രീയുടെ ചെക്ക് ഒന്ന് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 20,000 രൂപ അവിടെ നിന്ന് ലോഡ് കിട്ടിയിട്ട് എനിക്കറിയത്തില്ല, എന്തായാലും വരുമ്പം ഒരു 2 കിലോ ചിക്കൻ മേടിക്കാം. വല്ലോ മരച്ചീന് കിട്ടുമോ ആവോ, എന്തോ അത് കിട്ടിയാലും മതിയായിരുന്നു. പിന്നെയോ ഇപ്പൊ പാസ്റ്റർ എന്തായാലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയാൽ ഒരു 1:30 ആകുമ്പോൾ നിർത്തുമെന്നാണ് തോന്നുന്നത്. മിക്കവാറും 1:30 ആകുമ്പോൾ നിർത്തുമെന്നാണ് തോന്നുന്നത്. 1:30 ആകുമ്പോൾ പാസ്റ്റർ നിർത്തിയാൽ ഒരു 1:35 1:40 വീട്ടിൽ എന്ത് ചെയ്യും? എത്തും. എന്തായാലും ഉപവാസമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. കൈ പൊക്കാൻ പറഞ്ഞോ? പൊക്കിയോ? എന്തിനാ? ഉപവാസമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്തായാലും വീട്ടിൽ വന്ന് പാസ്റ്റർ കൈ പൊക്കിയാലോ നോക്കിയാലോ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, രാവിലെ വെച്ച കൊഴിയാളെയൊക്കെ എടുത്തിട്ട് അത്യാവശ്യം ഇച്ചിരി ചോറ് എന്ത് ചെയ്യാം, കോഴിയാളെ കഴിച്ച് വായലക്കറി കൂട്ടി മത്തിക്കറി കൂട്ടി ചോറ് മേടിച്ചിട്ട് കൈക്കകത്ത് സ്പ്രേ മേടിച്ചിട്ട് വന്നിരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പണ്ടൊക്കെ കഞ്ചാവ് വലിച്ചിട്ടും വീടി വലിച്ചിട്ടും സിഗരറ്റ് വലിച്ചിട്ടും കള്ളു കുടിച്ചിട്ടും ഈ മുട്ടായിയൊക്കെ വായിലിട്ട് തിന്നോണ്ട് നടക്കുമായിരുന്നു. എന്ന് പറയുന്നത് ദൈവത്തെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കൊഴിയാളെ കൂട്ടിയിട്ട് കറിയും കൂട്ടി ചോറും തിന്ന് കപ്പയും തിന്നിട്ട് പള്ളിക്കകത്ത് വന്നിട്ട് സ്പ്രേ മേടിച്ചിട്ട് വന്നിരിക്കുക. ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. ഇവരല്ല പാസ് ഞങ്ങൾ ഇതെങ്ങനെ കണ്ടുപിടിച്ചത്? ഒരു ഹല്ലേലൂയ പറഞ്ഞു. സ്വന്തം എങ്ങനെ മടങ്ങി വരണം? വരുന്നുണ്ടെങ്കിൽ പൂർണ്ണമായ ഹൃദയത്തോടെ വരണം. പാതി മനസ്സോടെ വരരുത്. പാതി അപ്പുറത്തിട്ട് പകുതി ഇപ്പുറത്ത് കൊടുത്ത് മടങ്ങി വരരുത്. ദൈവം ആഗ്രഹിക്കുന്നത് സകലവും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ പകുതി നീ അവിടെ വെച്ച് പകുതി നീ ചുമന്നോ, പകുതി നിനക്ക് വേണ്ടി ഞാൻ അത്ഭുതം ചെയ്യാം, ബാക്കി നിങ്ങൾ മുടക്കിക്കോ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ സമ്പ്രദായം അല്ല ഇത്. ആമേൻ. 4 ലക്ഷം രൂപ ഞങ്ങൾ തരാം, ബാക്കി പൈസ ഇട്ടിട്ട് വീട് പണിതോ എന്ന് പറയുന്ന പരിപാടിയല്ല ഇത്. ദൈവസന്നദ്ധയിലേക്ക് വരുന്നുണ്ടെങ്കിൽ പൂർണ്ണമായി സകലവും ഉപേക്ഷിച്ച് സകലവും വിട്ടെറിഞ്ഞ് സകലവും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പൂർണ്ണമായ ഹൃദയത്തോടെ പൂർണ്ണമായ മനസ്സോടെ സകലവും വിട്ടെറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരട്ടെ. സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ അങ്ങ് വിടാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വരണം. രണ്ടാമത്തത് എന്താ?
ഉപവാസത്തോടും. 21 ദിവസം ഉണ്ടെന്നാ പറഞ്ഞത്. ഇതെങ്കിലും കഴിയുമ്പോൾ മടങ്ങി വരുന്നത് വന്നാൽ മതിയായിരുന്നു. ഞാൻ പറയുന്ന പുറത്തുനിന്ന് ഒന്നുപോലും ഇതിൻ്റെ അകത്ത് വന്നില്ലെന്ന് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുകയൊന്നും വേണ്ട. ഇതിന്റെ അകത്തുള്ളതെങ്കിലും നമ്മൾ ഗുണപ്പെട്ടാൽ മതിയായിരുന്നു. ഈ നമ്മുടെ ഇടയിലുള്ളതെങ്കിലും മനസ്സാന്തരപ്പെട്ടാൽ മതിയായിരുന്നു. നമ്മൾ പറയും ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല. നമ്മുടെ ഇടയിൽ ചിലത് മാനസാന്തരപ്പെടാൻ വേണ്ടി ഉപവാസം. നമ്മൾ മാനസാന്തരപ്പെട്ടാൽ ദേശം വിടുവിക്കപ്പെടും. നമ്മൾ നന്നായാൽ ദേശം അനുഗ്രഹിക്കപ്പെടും. നമ്മൾ സാക്ഷ്യമുള്ളവരായി തീർന്നാൽ ദേശത്ത് നിന്ന് അനേകം പേര് ഇതിന്റെ അകത്ത് വരും. അപ്പൊ എങ്ങനെ വരണം? ഉപവാസത്തോടെ വരണം. എന്താ ഉപവാസം എന്ന് പറയുന്നത്? ദൈവത്തോട് കൂടെ വസിക്കുക. അപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് പിന്നെ അന്യായ പരിപാടി കാണിക്കരുത്. ചിലർ കണ്ടിട്ടില്ല ഇവിടെ വന്നിരിക്കുന്നു. രണ്ട് മെസ്സേജ് ആരാധന കഴിഞ്ഞിട്ടില്ല കേട്ടോ. പുള്ളിക്കാരൻ ഇന്ന് നിർത്തുമെന്ന് തോന്നുന്നില്ല. പുള്ളി ഇന്ന് നിർത്തുമെന്ന് തോന്നുന്നില്ല. ഓ, ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മറ്റേ ലൗച്ചീനെ വഴക്കുന്ന അവിടെ ഇങ്ങോട്ട് വരുന്നു. ഉപവാസത്തിന്റെ ഇടയ്ക്ക ഇവിടുത്തെ കാര്യമല്ല. നിങ്ങൾ കൈപോക്കിയേക്കരുത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഉമ്മ കൊടുക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഉമ്മ മേടിക്കുന്നു. എല്ലാം ഉപവാസത്തിന്റെ ഇടയ്ക്കാണ് നടക്കുന്നത്. നീ എവിടെ? ഞാൻ പള്ളിയിലുണ്ട്. അച്ഛൻ എവിടെ? ഞാൻ പുറത്താ. ഫോൺ ആരുടെ കയ്യില്ല? ഫോൺ ആരുടെ കയ്യില്ല? നിനക്കെന്നെ നീ നിന്റെ കാര്യം നോക്കി നടന്നാൽ ദൈവസേന ഉപവാസത്തോടും പ്രാർത്ഥനയോടെ ഇരിക്കുന്ന നിനക്ക് യോജിച്ച പണിയാണോ അത്? ദൈവത്തോട് കൂടെ വസിക്കുക എന്ന് പറഞ്ഞാൽ സകലതും ഉപേക്ഷിച്ച് ദൈവത്തിന്റെ കൂടെ ഇരുന്നോണം. സകലതും വീട്ടിൽ ദൈവത്തിന്റെ കൂടെ ഇരുന്നോണം. അതിനിടയ്ക്ക് രണ്ടുപേര് പ്രശ്നം പരിഹരിക്കാൻ വന്ന പ്രശ്നം പരിഹരിക്കാനായിട്ട് വന്നു. ഇച്ചിരി പ്രായമൊക്കെ പ്രായോത്തരയാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങൾ അതിന് പറഞ്ഞ് വഴക്കുണ്ടാകും. അപ്പം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പം അമ്മ എന്നോട് പറയാം, എന്റെ പൊന്നു വർഷം ആ മനുഷ്യന്റെ മൊബൈൽ മേടിച്ച് നോക്കാൻ. ഞാനോട് ആ മൊബൈലിന്റെ വലിപ്പം നോക്കാൻ വേണ്ടിയിട്ടാണ്. മൊബൈലിലൊക്കെ എന്നോട് അതിന്റെ വാട്സാപ്പ് ഒന്ന് തുറന്നു നോക്കിയ ഭാഷയല്ലേ. വാട്സാപ്പ് തുറന്നു നോക്കിയപ്പോൾ കുറെ നമ്പർ എൻ്റെ നിൽക്കുന്ന ഈ നമ്പർ എന്ന് തുറന്നു നോക്കിയ ഭാഷയല്ലേ. എന്റെ ഫോണിന്റെ ആ അച്ചായന് കിട്ടിയ ഉമ്മയെന്ന് പറഞ്ഞു. അമ്മ എന്നോട് പറയാം, നേരം കൊണ്ട് ഈ മനുഷ്യൻ എനിക്ക് ഉമ്മ തന്നിട്ടില്ല. എന്നിട്ട് പറഞ്ഞ അടുത്ത വാക്ക് കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം 7 ദിവസം ഉപവാസം വരുന്നത്. ഈ ഉപവാസത്തിന്റെ ഇടയ്ക്ക് അവസ്ഥ ഈ ഉമ്മ മൊത്തം കൊടുത്തേനെ. ഞാൻ പറഞ്ഞു വിശുദ്ധ ചുംബനമായിരിക്കുമെന്ന് പറഞ്ഞു. ഇന്നത്തോടെ നിർത്തിക്കോണം. ഓൺലൈനിൽ കേൾക്കുന്നവരോടും പറയാം, ഇന്നത്തോടെ നിർത്തിക്കോണം. ഉപവാസം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെ വസിക്കുക എന്നുള്ളത്. സകലതും വിട്ട് ശീമോൻ അവനെ പിൻപറ്റിയെങ്കിൽ അത് ദൈവത്തോട് കൂടെ ഇരിക്കാനാണ്. ആമേൻ. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ദേശത്തിലുള്ള ആടുമാടുകളും സകല മൃഗങ്ങളും ഉപവാസത്തിൽ പങ്കെടുത്തു. സ്വത്രം. നമ്മളോ ഉപവാസത്തിന് രാവിലെ നമ്മൾ ഓടും. പശുവിന് 2 കെട്ട് പുല്ലേത്താൻ. പിന്നെയോ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ വരാവേ കിടപ്പുവാ. ഇന്നവിടെ വെട്ടമുണ്ട്. ഇന്ന് പോയാൽ നല്ല പോത്തം തെയ്യും. എന്തായാലും ഇന്ന് നാളെ 3 ദിവസത്തെ ഉപവാസമാണ്. അപ്പോൾ പോത്ത് മേടിച്ച് വെച്ചാൽ ഞായറാഴ്ച ഇല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ. കാരണം പ്രാസ സ്വഭാവത്തിനനുസരിച്ച് പുള്ളി പ്രാർത്ഥന തുടങ്ങുമ്പോൾ മുതലേ പ്രസംഗമാണ്. ആശീർവാദം വരെ പുള്ളി പ്രസംഗിച്ചാണ് നിർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴാണ് നിർത്തുന്നതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കർത്തൃമേശയും കൂടി ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ചിലപ്പോൾ എല്ലുപോലും എന്ത് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ടൊരു കാര്യമില്ല. ഞാൻ രാവിലെ പോയി പശുവിന് 2 കെട്ട് പുല്ല് ചെയ്തിട്ടുണ്ട്. നീ വിചാരിച്ച് ഞാൻ മരച്ചിനെയൊക്കെ ഒന്ന് പൊളിച്ചെല്ലാം റെഡിയാക്കി അന്ന് കയറ്റി വെച്ചോ ഫ്രിഡ്ജിൻ്റെ അകത്ത്. ഫ്രിഡ്ജ് അടിച്ചു പോകും. സ്വതന്ത്രം. ദൈവത്തോട് കൂടെ വസിക്കുക. സകലതും ഉപേക്ഷിച്ച് സകലതും മാറ്റിവെച്ച് സകല കാര്യങ്ങളും നിർത്തിവെച്ച് ദൈവസന്നിധിയിലേക്ക്
അതുകൊണ്ടല്ലേ ഭക്തനായ ഇയ്യോബ് രട്ടുടുത്ത് വെണ്ണീറിലിരുന്ന് പ്രാർത്ഥിച്ചു. എന്താ അർത്ഥമെന്ന് പറയുന്നത്? തനിക്കുള്ള സകല ധനവും മാനവും തൻ്റെ പദവികളെല്ലാം ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞ് ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. അതാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ഉപവാസം എന്ന് പറയുന്നത്. എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ചില മിനിറ്റുകളിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ ഇന്ന് പകലിലെ ദൂരം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ ഉപവാസത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങളുടെ തലമുറകളെ നന്മ കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അടുത്തത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കരച്ചിലോടും വിലാപത്തോടും. എങ്ങനെ മടങ്ങി വരേണ്ടത് നിങ്ങൾ കണ്ടോ? പൂർണ്ണ ഹൃദയത്തോടെ എന്ത് ചെയ്യണം? രലിയ പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വരണം. ഉപവാസത്തോടെ മടങ്ങി വരണം. കരച്ചിലോടും വിലാപത്തോടും. എന്താ അർത്ഥം? ദൈവസന്നിധിയിൽ തന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഒരനുതാപത്തോടെ, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന് വിളിപ്പോൾ ഞാൻ യോഗ്യനല്ല. ദൈവസന്നിധിയിൽ ദൈവമുഖത്തേക്ക് പോലും നോക്കുവാൻ എനിക്ക് യോഗ്യതയില്ല ദൈവമേ. അതുകൊണ്ട് ഞാൻ എന്റെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ്. ഇന്ന് പകലിൽ എന്നോട് ക്ഷമിക്കണമേ. ഇന്നലകളിൽ ചെയ്തു പോയ അപരാധങ്ങളും പാപങ്ങളും തെറ്റുകളും എന്നോട് ക്ഷമിച്ച് എന്നെ ശുദ്ധീകരിച്ച് എന്റെ കുറവുകളെ ക്ഷമിച്ച് എന്നെ കഴുകി വൃത്തിയാക്കി എന്നെ വെടിപ്പുള്ളവരാക്കി ദൈവസന്നിധിയിൽ നിർത്തുവോ എന്നെ യോഗ്യനാക്കി മാറ്റേണ്ടതിന് ദൈവമേ ഞാൻ എന്റെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് പകലിൽ എന്റെ പ്രഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ എൻ്റെ കുറവുകളെ ഞാൻ ദൈവസ്ഥലയിലേക്ക് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുക. എന്നെ അവിടെ നിന്ന് ശുദ്ധീകരിക്കണം. എന്നെ കഴുകി അവിടെ നിന്ന് വെടിപ്പാക്കണം. ഞാൻ ഏതിൽ നിന്ന് വീണുപോയോ, ഞാൻ ഏതിൽ നിന്ന് തെറ്റിപ്പോയോ, ഇന്ന് പകലിൽ ആ തെറ്റിപ്പോയതിൽ നിന്നൊന്നും മടങ്ങി വരുവാൻ, ആ തെറ്റിപ്പോയതിൽ നിന്ന് എനിക്കൊരു മടങ്ങി വരവുണ്ടാകുവാൻ, ഞാൻ അകന്നു പോയിടത്തു നിന്ന് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗം എന്നെ സഹായിക്കേണ്ടതിന് ഇന്ന് പകലിൽ ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമ്പൂർണമായി ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പം എൻ്റെ കുറവുകളെ എനിക്ക് മനസ്സിലായി. എൻ്റെ അനുഗ്രഹത്തിന് തടസ്സം ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയതുകൊണ്ട്, എൻ്റെ അനുഗ്രഹത്തിൻ്റെ തടസ്സം ഞാൻ ദൈവത്തിൽ നിന്ന് ഏറെ മാറിപ്പോയത് കൊണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇന്നും അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികൾ ഞാൻ ദൈവത്തിൽ നിന്ന് ഏറെ മാറിപ്പോയി. അപ്പൊ അങ്ങയുടെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ മകനാക്കി എന്നെ മാറ്റുവാൻ ഈ പാപത്തിൽ നിന്ന് ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുറവുകൾ ക്ഷമിച്ച് അങ്ങയുടെ മകനാക്കി എന്നെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അതിരന്ന് ദൈവത്തോട് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, പൂർണ്ണ മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, പാതി ഹൃദയത്തോടു കൂടിയല്ല, പാതി മനസ്സോടുകൂടിയല്ല, ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമ്പൂർണമായി താഴ്ത്തിയേൽപ്പിച്ച് പൂർണ്ണമായ ഒരു ഹൃദയത്തോടെ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് ഞാൻ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. കരച്ചിലോടെ, വിലാപത്തോടെ, ഉപവാസത്തോടെ ദൈവസന്നിധിയിലേക്ക് ഞാൻ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ മകനായി മകളായി എന്നെ അവിടുന്ന് മാറ്റണം, എന്നെ അവിടുന്ന് ശുദ്ധീകരിക്കണം. അവിടുത്തെ രാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. അതിനായി
ദൈവസഭയായി ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിപ്പാൻ കരുത്തുള്ളവർ മാത്രം അധരം ധരിപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അധരങ്ങളും തുറന്ന് 1-2 മിനിറ്റുകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. എല്ലാവരും സമർപ്പിച്ചാട്ടെ, എല്ലാവരും സമർപ്പിച്ചാട്ടെ. ദൈവസന്നിധിയിൽ കർത്താവേ ഞങ്ങളോട് സംസാരിച്ചല്ലോ, ഞങ്ങളോട് അവിടെ ഇടപെട്ടല്ലോ, ഞങ്ങളോട് വ്യക്തമായി ഇവിടുന്ന് സംസാരിച്ച കൃപയ്ക്കാണ്, ഞങ്ങളോട് വ്യക്തമായി ഇവിടുന്ന് ഇടപെട്ട കൃപയ്ക്കാണ്, ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കൃപയ്ക്കായി ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങളെ ഇവിടുന്ന് അനുഗ്രഹിക്കണം, ഞങ്ങളെ ശുദ്ധീകരിക്കണം, ഞങ്ങളെ ഞങ്ങളുടെ മകനാക്കി ഞങ്ങളെ ഇവിടുന്ന് മാറ്റേണ്ടതിനായി ഹല്ലേലൂയ. Thank you, Jesus, hallelujah. Oh, thank you, Holy Spirit. എല്ലാ കരവും ഉയർത്തി പിടിച്ചോ. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തു കളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തു കളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമര വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പൂലേരും. എല്ലാ കരവും ഉയർത്തി പിടിച്ച് വയലിലെ താമര വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പൂലേരുന്നല്ലോ. എനിക്കായി കരുതാൻ എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതുക ഈഗത്തിലില്ലേ, ഒന്നും ചുമത്തുന്ന ഭാരമില്ല നിന്റെ ചുമലിൽ. എനിക്കായി കരുതുക ഈഗത്തിലില്ലേ, ഒന്നും ചുമത്തുന്ന ഭാരമില്ല നിന്റെ ചുമലിൽ. ഓ എനിക്കായി കരുതുക ഈഗത്തിലില്ലേ, ഒന്നും ചുമത്തുന്ന ഭാരമില്ല നിന്റെ ചുമലിൽ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ മഹാഭാഗ്യത്തിനായി സ്തോത്രം പറയുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ലോകത്തിന്റെ വിമോചകനുമായി യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ ഇന്ന് പകലിൽ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളെ വിട്ടപ്പോൾ ഇന്ന് പകൽ ഞങ്ങൾ കേട്ടതുപോലെ അവിടുത്തെ സന്നിധിയിൽ മടങ്ങി വരുവാൻ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾക്കൊരു മടങ്ങി വരവുണ്ടെന്ന് അറിയുവാൻ സ്വർഗം ഞങ്ങളെ ഇവിടുന്ന് പ്രാപ്തരാക്കിയത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അവയെ വിട്ടുകളഞ്ഞത്, അവയെ ഞങ്ങൾ തെറ്റിപ്പോയത്, ഞങ്ങൾ ഏത് മേഖലകളിലായോ അതിൽ നിന്ന് ഞങ്ങളൊന്നും മടങ്ങി വരുവാൻ, ഞങ്ങൾ അനുസരണക്കേട് മുഖേന ദൈവത്തിൽ നിന്ന് അകന്നുപോയി അത് ദിവസങ്ങളിൽ മനസ്സിലാക്കി ഞങ്ങൾക്കൊന്നും മടങ്ങി വരുവാൻ സ്വർഗം ഞങ്ങളെ പ്രാപ്തരാക്കും. ഈ ജനത്തിനെ ഇവിടുന്ന് സഹായിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കരമുയർത്തി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ.